അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാമിന്റെ ആദ്യത്തെ മുഅദ്ദിനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ കാരണം കൊണ്ട് ഒരുപാട് യാതനകളും ഒരുപാട് പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. തന്റെ യജമാനനായ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരിക്കലും കൈവെടിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് പ്രയാസം വരുമ്പോഴും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഏകനാണെന്ന്. അത്രത്തോളം ഇസ്ലാമിനെ വിശ്വസിച്ച് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യത്തെ മുഅദ്ദിനായിക്കൊണ്ട് പദവി നൽകുകയാണ്. നമുക്കേവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു.